ഇപ്പോൾ ഇതാ കൊച്ചിയിൽ PF ഓഫീസിൽ ഉണ്ടായ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. PF ഓഫീസിലേക്ക് വിവിധ സംഘടനകളുടെ മാർച്ച്. പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ജീവൻ ഒടുക്കേണ്ടി വന്നത്. വിവരങ്ങളുമായി എബി തോമസ് കൂടി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എബി, എങ്ങനെയാണ് PFന് മുന്നിലെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുറ്റാരോപിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. അവരെ ആ നിലയ്ക്കുള്ള നടപടികൾ എന്തായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുൻ MLA M യൂസഫ് നമ്മോടൊപ്പമുണ്ട്. അത് നടന്നോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ഈ പ്രതിഷേധം ഇത് ഏത് നിലയ്ക്ക് കൊണ്ടുപോകാനുണ്ട്? ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ, എങ്ങനെയാണ് പ്രതിഷേധത്തിന്റെ ഒരു രീതി? ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഒരു തൊഴിലാളിയാണ് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ആ ആത്മഹത്യ ചെയ്ത തൊഴിലാളി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് ഈ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. അദ്ദേഹത്തിന്റെ മരണമൊഴിയിൽ അത് ആരൊക്കെയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ സസ്പെൻഡ് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ തൊഴിലാളിക്ക് കൊടുക്കേണ്ട കാശ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റും പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറും പ്രൊവിഡന്റ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റും ആ കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിൽ മാന്യമായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. ആ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചുള്ളത്. പ്രൊവിഡന്റ് ഫണ്ടിലെ ഒരുപാട് തൊഴിലാളികൾ ഇതേപോലെ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷെ ഞങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ആത്മഹത്യ പ്രശ്നം പരിഹാരമില്ല. ഇപ്പോൾ സ്വാഭാവികമായും ആ ഡെഡ് ബോഡി ഇന്നലെ ഇവിടെ കൊടുന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ച. പക്ഷെ ഞങ്ങൾ ഇടപെട്ടു, അതിപ്പോൾ വേണ്ട, നമ്മൾ അത്രയും രൂക്ഷമായ രീതിയിലേക്ക് പോകണ്ട. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഇത്രയും തൊഴിലാളികളും റിട്ടയർഡ് ആളുകളാണ് വന്നത് തന്നെ എത്രമാത്രം ശക്തമായ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ നീതിപരമായ നിലപാട് സ്വീകരിക്കണം. പ്രൊവിഡന്റ് ഫണ്ട് ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ച കാശ് കൃത്യമായി തിരിച്ചു കിട്ടാനുള്ള, പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഇതുപോലുള്ള അവസ്ഥ ഇനി ഒരു തൊഴിലാളിക്ക് വരാതിരിക്കാനും, ഒരു തൊഴിലാളി അത്തരത്തിലുള്ള അവസ്ഥയിൽ വരാതിരിക്കാനുമുള്ള ശക്തമായ സമരം തുടർച്ചയായി ഇതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇദ്ദേഹം ഈ പൈസയ്ക്ക് വേണ്ടി ഇവിടെ കയറി അലയുകയാണെന്ന് പറയുന്നു. പക്ഷേ ഇവർ പറയുന്ന ഒരു സംഭവം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 1 വർഷമായിട്ട് അദ്ദേഹം വന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അറിയില്ല എന്നുള്ളൊരു വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ട്. എങ്ങനെയാണ് അതിന്? ഇന്നലെ ഞങ്ങൾ ഇവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഒരു പരിപാടി നടത്തി, ഒരു പ്രതിഷേധ പരിപാടി നടത്തി. ഞങ്ങൾ MLA ആയിട്ട് 3 പേരെ പോയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷൻ കണ്ടപ്പോൾ അദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല. മാധ്യമ സുഹൃത്തുക്കളോടാണ് അദ്ദേഹം ഇത് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. ആപ്ലിക്കേഷൻ കൊടുക്കാതെ അങ്ങനെ വരില്ലല്ലോ. അപ്പം മനഃപൂർവ്വം ഇവർ പറഞ്ഞ കളവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളോടും പറഞ്ഞിരിക്കുന്നത്, പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളോടും പറഞ്ഞിരിക്കുന്നത്, കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ, അവർ ആപ്ലിക്കേഷൻ തരാതെ ഒരാളെ 8 മാസം ഇവിടെ കയറി ഇറങ്ങി നടക്കുകയാണ്. അതുപോലെ ആധാർ കാർഡ്, നമുക്കറിയാം ആധാർ കാർഡ് എങ്ങനെയാണെന്ന്. നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റും കൊടുത്താണ് ആധാർ കാർഡ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ആ ആധാർ കാർഡ് ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. ഇതെല്ലാം പോട്ടെ, പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് അങ്ങേര്. ആ സ്കൂളൊക്കെ ഇപ്പം നശിച്ചു പോയിരിക്കുന്നത്, യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ല. ഇതിവിടെ പറഞ്ഞു, അവസാനമായി പറഞ്ഞ ഇതാണ്. ആ പറഞ്ഞ സാഹചര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ നുണ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ സമയത്തോട് 2-3 കാര്യങ്ങൾ ഞങ്ങൾ സംബന്ധിച്ച് പറയണതല്ലേ, ഏതായാലും ഈ 80,000 രൂപ യാതൊരു ഇല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കണം. രണ്ടാമത്, അദ്ദേഹത്തിന് ആത്മഹത്യാക്കുറിപ്പ് പോക്കറ്റിൽ കിടപ്പുണ്ട്. പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. മൂന്നാമത്, ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കണം. ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുക്കാമെന്ന് കമ്മീഷൻ ഇന്നലെ MLA യോട് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്ന പ്രതിഷേധം അത് തന്നെയാണ് അബി. അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ സമീപനത്തിനെതിരെ, PF ഓഫീസുമായി ബന്ധപ്പെട്ട സമീപനത്തിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഉണ്ട്. മാത്രമല്ല, ഈ ജനന തീയതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഈ ശിവരാമന്റെ മരണത്തിലേക്കൊക്കെ എത്തിച്ചതെന്നാണ് സാങ്കേതികമായി PF ഓഫീസിൽ നിന്നും അറിയുന്ന വിവരങ്ങൾ. അവരോട് ചോദിക്കാം. തീർച്ചയായും ഈ ജനനതീയതി എന്ന് പറയുന്ന ജനനതീയതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതിന് എത്രമാത്രം ഒരു നിരസ്ഥിതിയുണ്ട്. ഒപ്പം തന്നെ അത് ഇങ്ങനെ ഒരു സങ്കീർണമാക്കേണ്ട ഒരു വിഷയമാണോ ശരിക്കും ഇത്? തീർച്ചയായിട്ടുമല്ല. ഇത് ഇയാള് ബേസിക്കായിട്ട് 4ാം ക്ലാസ്സിൽ താഴെ മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ്. അയാൾക്കുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അയാളുടെ ആധാറും മറ്റു രേഖകളുമാണ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ് പറയുന്നത്.
ഈ തോടാലി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സർക്കാർ സ്കൂളിൽ ഇപ്പൊ അതിന്റെ രേഖകൾ പോലും ഒന്നുമില്ല. അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് റെക്കമെൻഡേഷൻ അടക്കമുള്ള സംഗതി കൊടുക്കും. ഇതിനപ്പുറം ഇത്രയും കാലം വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് അയാൾക്ക് എന്ത് രേഖ കൊടുക്കാനാ പറ്റുക? നോട്ടറി അറസ്റ്റ് ചെയ്ത ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനപ്പുറം അതിനെ സംബന്ധിച്ച് ഒരു രേഖയില്ല. സത്യത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ സംബന്ധിച്ച്, ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ഇതെങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഒത്താശയുണ്ടോ അല്ലെങ്കിൽ EPFO അധികാരികളുടെ ഡൽഹിയിൽ നിന്നുള്ള ഒത്താശയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ പെൻഷൻകാരുടെയോ അല്ലെങ്കിൽ ജീവനക്കാരുടെയോ ഒക്കെ പെൻഷൻ തുകയോ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂട്ട് ചെയ്ത തുകയോ അതല്ലെങ്കിൽ അവരുടെ നിക്ഷേപ തുകയോ ഇതൊക്കെ കൊടുക്കുന്നതിൽ കാലങ്ങളായി ഈ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഒട്ടനവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിഷമിച്ച് ഞങ്ങളുടെ അടുത്ത് വരികയും ഞങ്ങൾ അത് റെപ്രസെന്റ് ചെയ്യും. ചില കാര്യങ്ങളിലെങ്കിലും ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും അതീവ ദുഃഖത്തോടുകൂടി അത്രയധികം രോഷത്തോടുകൂടി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ കർശനമായ നടപടി, ജോലിയിൽ നിന്ന് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കം പോലീസാണെങ്കിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ടതാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. അതിനുവേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരാൻ വീണ്ടും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇപ്പൊ ഇന്നത്തെ ഒരു പ്രതിഷേധ പരിപാടിയോട് കൂടി ഇത് അവസാനിപ്പിക്കും? ഇല്ല, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കമ്മീഷണറെ നേരിട്ട് കാണുന്നുണ്ട്, ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. ആ നിവേദനത്തിൽ ഈ ഡിമാൻഡ് ഞങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇതിന് നടപടി ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും തുടർ സമരങ്ങൾ ഇതിന്റെ മുമ്പിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. ബീഫുമായി ബന്ധപ്പെട്ട് ഈ നൂലാമാലകൾ കുറെ കൂടെ ലളിതമാക്കാനായിട്ടുള്ള നടപടികൾ ഏത് നിലയ്ക്കാണ് ഉണ്ടാവേണ്ടതെന്നൊരു ചോദ്യം കൂടി സാധാരണക്കാർ ഉന്നയിക്കുന്നുണ്ടല്ലോ. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർണത എന്ന് പറയുന്നത് ഈ വിഷയത്തിലില്ല. ഒരു തൊഴിലാളി ഒരു ഫാക്ടറിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിക്ക് ചെല്ലുമ്പോൾ അവന്റെ എല്ലാ രേഖകളും അവിടെ കൊടുക്കുന്നു. ആ രേഖകളുടെ കോപ്പിയാണ് ഇവിടെ ഉള്ളത്. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഏത് വിഷയവും ഇവർക്ക് സെറ്റിൽ ചെയ്യാവുന്നതാണ്. പ്രശ്നം വളരെ സങ്കീർണമാക്കിക്കൊണ്ട് ഇവരൊന്ന് ഇത്രയും കിലോമീറ്റർ ദൂരം നിന്ന് ഇവിടെ വരുത്തേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജിലൂടെ ഈ കാര്യങ്ങൾ നടത്താവുന്നതാണ്. പക്ഷേ അടിസ്ഥാന സമീപനം ഈ വിഷയത്തിൽ ഈ ആനുകൂല്യങ്ങൾ എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ള ആലോചന. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ 2022 നവംബർ 4 വിധി എന്ന് പറയുന്നത് ഇനി വരുന്ന തൊഴിലാളിക്ക് ഒരു 15,000 രൂപയിൽ കൂടുതൽ ശമ്പളം ഉണ്ടെങ്കിൽ അവർക്ക് ഈ പെൻഷൻ എന്ന് പറഞ്ഞ സംവിധാനമേ പാടില്ല എന്ന് പറയുന്ന തീരുമാനം വന്നിട്ടുണ്ട്. ഫലത്തിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഇല്ലാതാക്കുക. അപ്പോൾ ഉള്ള ആളുകൾ ചത്തുകെട്ട് പോയി കഴിഞ്ഞു. ഇതാണ് അവരുടെ ശ്രമം. മറ്റൊന്ന്, ഈ ഡിപ്പാർട്ട്മെന്റിനകത്ത് 46,000 കോടി രൂപ അൺക്ലെയിംഡ് ആയിട്ടുള്ള ഫണ്ടുണ്ട്. ഈ ഫണ്ടിന്റെ ഒരു 10% മാറ്റിവെച്ച ഈ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ ആ ഫണ്ടൊക്കെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഹൈദരാബാദിൽ ഒരു യോഗം നടന്ന ആലോചന. അന്ന് ഞങ്ങളൊക്കെ പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ആ തീരുമാനം തൽക്കാലം നിർത്തിവെച്ചു. പക്ഷെ മോഡി സർക്കാരിന്റെ കീഴിൽ അത് മാറ്റിവെക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം കോർപ്പറേറ്റ് ആനുകൂല്യമായിട്ടുള്ള നിലപാടായിട്ടാണ് സർക്കാർ പോകുന്നത്. ഈ സർക്കാരിനെതിരെ കൂടി ഞങ്ങൾ ഈ പ്രതിഷേധം അറിയിക്കുന്നു. തീർച്ചയായിട്ടും അജിംഷാദ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവർ കാര്യങ്ങൾ പറയുന്നു. ഇത്തരത്തിലുള്ള സങ്കീർണതകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല. പക്ഷേ ഈ സങ്കീർണതകളൊക്കെ ആക്കിയെടുക്കുന്ന ഒരു നടപടിയാണ്, ഒരു നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒപ്പം തന്നെ എങ്ങനെ ഈ ഒരു പൈസ കൊടുക്കാതിരിക്കാം എന്നതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കുന്ന നിലപാടെടുക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഒരു സൂചന കൂടി, അല്ലെങ്കിൽ ആ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഇതിനകത്ത് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ അൺക്ലെയിംഡ് ആയിട്ട് കിടക്കുന്ന കോടിക്കണക്കിന് രൂപ കൂടിയുണ്ട്. അതിൽ ഒരു ചെറിയ തുക മാറ്റിവെച്ച് കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളെ ഇതിനകത്തേക്ക് ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഇത് പോവുകയാണ്. എന്തായാലും ശിവരാമന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ പ്രതിഷേധം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചന തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതും. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇവർ പോകുന്നു. ഈ PF ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഓഫീസിലെ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കണം, അയാളെ പുറത്താക്കണം. ഒപ്പം തന്നെ അയാൾക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നു. തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ PS ഓഫീസിന് മുന്നിൽ നടക്കുകയാണ്. അജിംഷാദ്, തീർച്ചയായും ഒരാൾക്ക് ജീവൻ വെടിയേണ്ടി വരുന്ന സാഹചര്യം, ഒരാൾക്ക് രക്തസാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യം, സ്വന്തമായി അധ്വാനിച്ച പണം ലഭിക്കുന്നത് ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന തത്വത്തിൽ തന്നെ ഒരുപക്ഷെ PF എന്നത് പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഗുണം ലഭിക്കാതെ വരുന്ന സാഹചര്യം, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധിയായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ അനാസ്ഥ കൂടി ഇതിൽ പ്രതിഫലിക്കുന്നു എന്നത് നേരത്തെ തന്നെ കാണാം. ഒടുവിൽ ശിവരാമന് പേരാമ്പ്ര സ്വദേശിക്ക് ജീവനൊടുക്കേണ്ടി വന്ന സാഹചര്യം. ഇപ്പോൾ സഹജീവനക്കാരും മറ്റ് പെൻഷൻകാരും ഒക്കെ PF ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധം തീർക്കുകയാണ്. ഒപ്പം വിവിധ സംഘടനകളും അവർക്ക് പിന്തുണകളുമായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ദൃശ്യങ്ങൾക്കും വിവരങ്ങൾക്കും ഒപ്പമാണ് എബി തോമസ്, ഞങ്ങളുടെ പ്രതിനിധി, വിവരങ്ങൾ നൽകിയത്.